ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 2 നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലേഷണൽ ഡേറ്റ മോഡൽ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. റിലേഷണൽ ഡേറ്റ മോഡലിന്റെ ഒരു ഡെഫിനിഷനാണ് നമുക്ക് നോക്കാനുള്ളത്. റിലേഷണൽ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ടേബിൾസിനെയാണ് ആക്ച്വലി ഒരു റിലേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ നോക്കാം. ദ റിലേഷണൽ ഡേറ്റ model is the way of organizing data in a database using tables. ഇനി നമ്മൾ ഈ മോഡ്യൂളിൽ ടേബിൾസിനെ പറയാൻ പോകുന്നത് റിലേഷൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റാബേസിലെ ഓരോ ടേബിൾസിനെയും നമുക്ക് റിലേഷൻസ് എന്ന് പറയാം. ഇനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1970-ലാണ്. ഈ കോഡ് എന്ന് പറയുന്ന ആളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ എവിടേക്കാണ് ടേബിൾസ് യൂസ് ചെയ്യുന്നത്? MySQL, ഒറാക്കിൾ, അതേപോലെ SQL സെർവർ, PostgreSQL, ഇവിടെയൊക്കെ നമ്മൾ റിലേഷണൽ ഡേറ്റ മോഡലാണ് യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇവിടെയും റിലേഷണൽ മോഡലിനെ പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, വീണ്ടും പറയുന്നു, റിലേഷണൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത് ഡേറ്റാബേസിനെ ഒരു സെറ്റ് ഓഫ് ടേബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റി ഡേറ്റാബേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ഡേറ്റാബേസിൽ മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ട്, അതായത് ടേബിൾ ഉണ്ട്, അതിനെ നമ്മൾ റിലേഷൻ എന്ന് പറയും. ഇവിടെ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു റിലേഷൻ, അതേപോലെ കോഴ്സ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്, ഗ്രേഡ് റിപ്പോർട്ട് ഉണ്ട്, പ്രീ റിക്വസിറ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഓരോ റിലേഷനായിട്ടാണ് കാണുന്നത്. ഡേറ്റാബേസിലെ ഓരോ ടേബിളിനെ റിലേഷനായിട്ട് നമ്മൾ കാണുന്നു. ഇനി നമുക്കൊരു കാര്യം നോക്കാം. ഓരോ ടേബിളിലും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ എന്താ കാണുന്നത്? ടേബിളിന്റെ നെയിം ആണല്ലേ ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് റിലേഷന്റെ നെയിം എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ കോളത്തിനും നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഓരോ റോ ഉണ്ടല്ലോ, ഓരോ റോയിനെയും നമ്മൾ പറയുന്നത് ടപ്പിൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. വൈവയ്ക്കൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്, ടപ്പിൾസ് എന്താണ്, ആട്രിബ്യൂട്ട്സ് എന്താണ്, റിലേഷൻ എന്താണ് എന്നുള്ളതൊക്കെ. PSC ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് ചോദിക്കാറുള്ളതാണ്, 1 ലൈൻ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. റിലേഷൻ നെയിം എന്ന് പറയുന്ന ടേബിളിൻ്റെ പേരും കോളത്തിൻ്റെ നെയിമുകൾ അതിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നു. ഓരോ റോയിനെയും ടപ്പിൾസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓരോ ടേബിളും ഓരോ റിലേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് ഇതിവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളോട് റിലേഷൻ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റാബേസ് വരച്ച് വെച്ച് ആട്രിബ്യൂട്ട്സും ടപ്പിൾസും എല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐഡിയ ആയി. അത് മാത്രം കൊണ്ട് നിങ്ങൾ നിർത്തരുത്. ആൻസർ ഷീറ്റിൽ ഉറപ്പായിട്ടും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്, അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുക. നെയിമും സ്റ്റുഡൻറ് നമ്പറും ക്ലാസ്സും മേജറും ആണുള്ളത്, അത് പറഞ്ഞു കൊടുക്കുന്നു. ഇൻ ദ സ്റ്റുഡൻറ് ടേബിൾ റെപ്രസെൻറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ നെയിം, സ്റ്റുഡൻറ് നമ്പർ, ക്ലാസ് ആൻഡ് മേജർ. ശരിക്കും ഈ ടേബിളിൽ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നെയിമും സ്റ്റുഡൻറ് നമ്പറും ക്ലാസ്സും എല്ലാം ആട്രിബ്യൂട്ട്സ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓരോ ആട്രിബ്യൂട്ട്സിനും പോസിബിൾ ആയിട്ടുള്ള ഡൊമൈൻ ഉണ്ട്. ഓരോന്നും ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ് എന്താണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡൊമൈൻ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇവിടെ നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ കോളത്തിനും പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഡേറ്റ ടൈപ്പ്. അതായത് ഡേറ്റ ടൈപ്പ്, ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്, നെയിം ടേബിൾ ക്രിയേറ്റ് ടേബിൾ, സിൻടാക്സ് ഉണ്ട്, നെയിം അത് വാർക്യാറാണ് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിളിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും നെയിമിന് ഒരു മറ്റൊരു വാല്യൂ കൊടുക്കാൻ പാടില്ല. ഇപ്പം ഇൻറ്റിജർ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർക്യാർ ആയതുകൊണ്ട് അത് അലൗ ചെയ്യും. ഇനി മറിച്ചൊരു ഏജിന് നമ്മൾ ഇൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇപ്പോൾ 30 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. 30 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റിജർ ആയിട്ടാണ് എൻ്റർ ചെയ്യാം, പക്ഷെ 30 അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന സ്ട്രിങ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഇതിലേക്ക് വാല്യൂസിനെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ.
ഡൊമൈൻ ഉണ്ടായിരിക്കും. അതായത് ഓരോ ആട്രിബ്യൂട്ടിനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഡൊമൈൻ കൊടുക്കുന്ന വാല്യൂസിൽ മാത്രമല്ല, നമ്മൾ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും നമുക്കൊരു ഡൊമൈൻ കൺസ്ട്രെയിൻഡ് ആയിട്ട് ഒരു ഡൊമൈൻ ആയിട്ട് പറയാം. ഇനി ഓരോ റോസും ഓരോ എടുത്ത് പറഞ്ഞിരിക്കുന്നു, അതിനെ നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഡേറ്റാബേസ് കാണിച്ചിരിക്കുന്നു, അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഈ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓരോ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഐഡിയ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷണൽ ഇൻസ്റ്റൻസ്. എന്താണ് റിലേഷണൽ ഇൻസ്റ്റൻസ്? റിലേഷണൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഇൻ ടൈമിൽ ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ റിലേഷൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതാണ് റിലേഷണൽ ഇൻസ്റ്റൻസിൽ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇത് ഒരു പർട്ടിക്കുലർ മൊമെന്റിലെ ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റ് ആണല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഇൻസേർഷനോ അപ്ഡേഷനോ ഡിലീഷനോ ഒക്കെ നടക്കുമ്പോൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇറ്റ് ക്യാൻ ചേഞ്ച് whenever there is an insertion, deletion or updation in the database. അപ്പോൾ ഇത് പെർമനൻ്റ് അല്ല, ഒരു പർട്ടിക്കുലർ ടൈമിലെ ഡേറ്റാബേസിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഇനി ഡിഗ്രി ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് പിടികിട്ടും. ഇവിടെ നമ്മളൊരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ആ ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സിൻ്റെ പേരാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കിക്കേ. ആക്ച്വലി degree of relation refers to the number of attributes present in a relation. എത്ര ആട്രിബ്യൂട്ട്സ് ആണ് ഒരു റിലേഷനിൽ പ്രസന്റ് ആയിട്ടുള്ളത്, അതിനെയാണ് ഡിഗ്രി ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആട്രിബ്യൂട്ട്സ് 4 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ്, കാർഡിനാലിറ്റി ഇൻ റിലേഷൻ. എന്താണ് കാർഡിനാലിറ്റി? ഇത് ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഇൻ ടൈമിൽ എത്ര ടപ്പിൾസ് ആണ് നമ്മുടെ റിലേഷനിൽ ഉള്ളത് എന്നുള്ളതാണ് കാർഡിനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു റിലേഷനാണ്. ഇവിടെ തന്നിരിക്കുന്ന ടപ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 101, 102, 103 ഇത്രയും റോസ് ആണ് ഇവിടെ ഉള്ളത്. അതിന് നമ്മൾ ടപ്പിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ടപ്പിൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 3 ടപ്പിൾസാണ് ഉള്ളത് അല്ലേ, 3 റോസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 3 ആണ്. കാർഡിനാലിറ്റി ഓഫ് ദ റിലേഷൻ എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ കാർഡിനാലിറ്റി ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇൻസേർട്ടും ഡിലീറ്റും ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർഡിനാലിറ്റി ചേഞ്ച് ആവും. അതായത് നമ്പർ ഓഫ് ടപ്പിൾസ് കൂടും അല്ലെങ്കിൽ കുറയും. ഇനി ഒരു എംപ്റ്റി റിലേഷനെ സംബന്ധിച്ച് കാർഡിനാലിറ്റി 0 ആയിരിക്കും. അതായത് ഒരു ടേബിളിൽ വാല്യൂസ് ഒന്നും ഇല്ല, ഇൻസേർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കാർഡിനാലിറ്റി 0 ആണ്, കാരണം റോസ് ഇല്ല. ഇനി ഒരു വാല്യൂ മാത്രം, ഒരു റോ മാത്രം എൻ്റർ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണെങ്കിൽ അതിന് നമ്മൾ സിംഗിൾ ടപ്പിൾ റിലേഷൻ എന്ന് പറയും. അവിടുത്തെ കാർഡിനാലിറ്റി 1 ആണ്. നെക്സ്റ്റ്, നൾ വാല്യൂസ് ഇൻ റിലേഷൻ. ഒരു റിലേഷനിൽ എങ്ങനെയാണ് നൾ വാല്യൂസ് വരുന്നത് നോക്കാം. അപ്പോൾ ശരിക്കും ഈ നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും 0നെ അല്ല മീൻ ചെയ്യുന്നത്. നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ അൺനോൺ ആണ്, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഇതിലേതെങ്കിലും ആണ് ഈ നൾ വാല്യൂ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ റിലേഷൻ ഉണ്ട്, അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ നോക്കിക്കേ, രവിയുടെ ഇമെയിൽ ID നള്ളായിട്ടാണ് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്, നള്ളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ മീരയുടെ ഫോൺ നമ്പർ നള്ളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം രവിയുടെ ഇമെയിൽ ID 0 എന്നല്ല, ഇത് ഒന്നുകിൽ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ നോട്ട് നൾ ആണ്, അല്ലെങ്കിൽ രവിക്ക് ഇമെയിൽ ID ഇല്ല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അവിടെ 0 കൊടുക്കാൻ പാടില്ല. അതേപോലെ മീരയുടെ കേസ് പറഞ്ഞാൽ ഫോൺ നമ്പറിൻ്റെ അടുത്ത് 0 കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അത് മിസ്സിംഗ് ആണ്, ആ ഫോൺ നമ്പർ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ അത് നോട്ട് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ആ നമ്പർ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നള്ള് കൊടുക്കുന്നത്. അപ്പം നള്ളിൻ്റെ കൺസെപ്റ്റ് വരുന്നത് ഒരിക്കലും 0 എന്നല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നൾ വാല്യൂ 0 എന്നോ അല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ് എന്നോ നിങ്ങൾ മീൻ ചെയ്യരുത്, ബ്ലാങ്ക് സ്പേസും അല്ല. ഈ 3 കാര്യങ്ങൾ അല്ല നൾ എന്ന് പറയുന്നത്. നൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, എന്താണ്, അൺനോൺ ആണ്, അല്ലെങ്കിൽ മിസ്സിംഗ് ആണ്, നോട്ട് ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു ടേബിളിൽ നിന്ന്, ഒരു റിലേഷനിൽ നിന്ന് വാല്യൂ കമ്പയർ ചെയ്തെടുക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലേ.
അങ്ങനെ വരുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ വാല്യൂ വേർ കണ്ടീഷനിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ മാർക്ക് ഈക്വൽ ടു 10 അല്ലെങ്കിൽ മാർക്ക് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നൾ വാല്യൂ വരുമ്പോൾ ഒരിക്കലും ആ ഈക്വൽ ടു നമ്മൾ കൊടുക്കാൻ പാടില്ല. ആ ഈക്വൽ ടുവിന് പകരം ഈസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ നൾ വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. വേർ മാർക്സ് ഈസ് നൾ, ഈക്വൽ ടുവിന് പകരമാണ് ഇവിടെ ഈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് നള്ളിന്റെ റൂൾസും റെസ്ട്രിക്ഷൻസും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രൈമറി കീ ഒരിക്കലും നള്ളാവാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി കീ ഒരിക്കലും നള്ളാവാൻ പാടില്ല. ഫോറിൻ കീ വേണമെങ്കിൽ നൾ വാല്യൂസിനെ അലൗ ചെയ്യാൻ പറ്റും. യുണീക്ക് കൺസ്ട്രെയിൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നൾ വാല്യൂ അലൗ ചെയ്യാം. അത് ഒരു ഡേറ്റാബേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ നോട്ട് നൾ കൺസ്ട്രെയിൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നോട്ട് നൾ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ നൾ വാല്യൂസിനെ അലൗ ചെയ്യില്ല. അതാണ് നള്ളിൻ്റെ കുറച്ച് റൂൾസും റെസ്ട്രിക്ഷൻസും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ 2ൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.